സിന്ധു, ഇപ്പോൾ ഡോക്ടറോട് എന്താണ് പറയാനുള്ളത്? ഡോക്ടർ റോസ്നാര ബീഗം KGM-CTയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇപ്പോൾ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സാഹചര്യമാണ് ഇപ്പോൾ ഡോക്ടർ വിശദീകരിച്ചിരിക്കുന്നത്. സിന്ധു, എന്താണ് പറയാനുള്ളത്? ഓക്കെ, ഒരു ജീവൻ പൊലിഞ്ഞു പോയതിനു ശേഷം ഹോസ്പിറ്റലിൽ മതിയായ ഡോക്ടേഴ്സ് ഇല്ല അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഇല്ല എന്ന് പറയുന്നത് അത് തികച്ചും ഒരു വല്ലാത്തൊരിതാണ്. കാരണം വെച്ചാൽ എനിക്കാണ് നഷ്ടങ്ങൾ ഉണ്ടായത്. ഈ സമയത്തല്ല, ഒരു ജീവൻ പൊലിഞ്ഞു പോയതിനു ശേഷമല്ല ഇതൊക്കെ കണ്ടെത്തേണ്ടത്, നേരത്തെ ചെയ്യണമായിരുന്നു. അതുപോലെ ഡോക്ടേഴ്സിൻ്റെ ഓവർലോഡ് ചെയ്യാൻ വയ്യെങ്കിൽ വേറെ ചെയ്യാൻ പറ്റുന്ന ഡോക്ടേഴ്സിനെ നിർത്താൻ പറയുക. കാരണം ആസ് എ ഡോക്ടർ ഹി ഹാസ് സം ഡ്യൂട്ടി. അതാദ്യം ചിന്തിക്കണം. ഒരു പേഷ്യൻറ്റിനെ അവർ രക്ഷിക്കാനാണ് നോക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് ശിക്ഷിക്കാൻ പാടില്ല. ഒരു മരണത്തിലേക്ക് വിട്ടത് കാരണം എൻ്റെ വീടാണ് ഇവിടെ അനാഥമായതല്ല, നിങ്ങൾക്ക് ഈ പറയുന്ന ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. അത് വൈകാരികമായ പ്രതികരണം തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരി, അതെ അതെ, പ്രിയപ്പെട്ട സഹോദരി, ഞാൻ ഒരു കാര്യം അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ. എക്സ്ക്യൂസ് മീ, ഞാനൊരു കാര്യം പറഞ്ഞോളൂ. എക്സ്ക്യൂസ് മീ, ഞാനൊരു കാര്യം പറയാം. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ആ ഡോക്ടർ പറഞ്ഞില്ല? എന്ത് കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ ആസ് എ ബൈസ്റ്റാൻഡർ ആൻഡ് എ പേഷ്യൻറ്റ് ഞാനും എൻ്റെ ഹസ്ബൻഡും വില്ലിങ് ആയിരുന്നു. പലപ്പോഴും ചോദിച്ചു എന്തുകൊണ്ട് എക്കോ ചെയ്തില്ല, ഇല്ലെങ്കിൽ ആൻജിയോഗ്രാം. അവർ തന്നെ, ഞങ്ങളല്ല ചോദിച്ചത്, അവർ തന്നെയാണ് പറഞ്ഞത് വി ക്യാൻ ഡു ആൻജിയോഗ്രാം ഓൺ വെനസ്ഡേ ഓർ ഫ്രൈഡേ. വെനസ്ഡേ ചെയ്യാം അല്ലെങ്കിൽ ഫ്രൈഡേ ചെയ്യാം. അവർ തന്നെ പറഞ്ഞിട്ട് അവർ തന്നെ ചെയ്തില്ല. അവരുടെ ഡ്യൂട്ടി ചെയ്തില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇല്ലെങ്കിൽ നേരത്തെ പറയാമായിരുന്നു വേണു, ഇല്ലെങ്കിൽ പേഷ്യൻ്റ് വന്നില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞില്ല. വെനസ്ഡേ ചെയ്യാത്ത എന്തുകൊണ്ട് എന്ന് ആ ലിസ്റ്റ് വന്നപ്പോൾ ചോദിച്ചപ്പോഴാണ് ആ ഡോക്ടർ പറഞ്ഞത് എന്താണ് അപ്പോയിൻമെൻറ്റ് ചെയ്ത് എല്ലാ പേഷ്യൻസും വന്നു. ഇൻ കേസ് ഒരു പേഷ്യൻ്റ് വന്നില്ല എങ്കിൽ ഞങ്ങൾ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച് കളയേണ്ടതല്ല ഒരു ജീവൻ. കാരണം ഞങ്ങൾക്ക് എന്നേക്കുമായിട്ടുള്ള ഒരു നഷ്ടമാണ് ഈ സംഭവിച്ചത്. ഇനിയെങ്കിലും ഓരോ പേഷ്യൻസിനും അങ്ങനെ വരാതിരിക്കട്ടെ. കാരണം ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു നീതികേടാണ് ആ മനുഷ്യനോട് കാണിച്ചത്. ഒരു തലവേദനയ്ക്ക് ചെന്നപ്പം പോലും മരുന്ന് കൊടുക്കാൻ ഒരു സിസ്റ്റേഴ്സിനോ അവിടെ ഇരിക്കുന്ന വേറൊരു ഡോക്ടേഴ്സ് പോലും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഒരു കേസ് ഷീറ്റ് നോക്കിയിട്ട് ഒരു ടാബ്ലറ്റ് കൊടുക്കാം. എല്ലാവരും മെഡിക്കൽ സയൻസ് പഠിക്കുന്നുണ്ട്. എൻ്റെ ഇളയ മോള് പോലും നീറ്റിന് പോവുകയാണ്. ഞാൻ എങ്ങനെ വിശ്വസിച്ച് ഇതൊക്കെ കണ്ട് എങ്ങനെ പഠിക്കും? ഒന്ന് ആലോചിച്ചൊക്കെ. സ്വന്തം അച്ഛനാണ് ഇപ്പോഴും ഇല്ലാതായിരിക്കുന്നത്. ഒരു ഡോക്ടറോട് തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ആ പേഷ്യൻറ്റിനെ എന്താണെന്നല്ല നോക്കിയത്, പേഷ്യൻ്റെ നെയിമും വയസ്സും നോക്കിയിട്ട് പറയുന്നു നിങ്ങളെ ഞാനല്ല കൺസൾട്ട് ചെയ്യുന്നത്, നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കാൻ. ആ ഡോക്ടർ കഴിയത്തില്ലേ ഒരു ടാബ്ലറ്റ്, തലവേദനയ്ക്ക് ടാബ്ലറ്റ് കൊടുക്കാൻ? മെഡിക്കൽ എത്തിക്സിൽ അങ്ങനെ ഒരു ആസ് എ ഹ്യൂമാനിറ്റി അദ്ദേഹത്തിന് ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലും ചെയ്തിട്ടില്ല. വളരെ വളരെ എന്താ, എനിക്ക് പറയാൻ വാക്കുകളില്ല. വളരെ വളരെ മോശമാണ്. ഡോക്ടർ റോസ്നാര, സിന്ധുവിന് കുറച്ച് കാര്യങ്ങളിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഈ കാര്യങ്ങളിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. ആ പ്രൊസീജിയർ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഡോക്ടർ പറയട്ടെ, സിന്ധു കേൾക്കാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.